ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ഒരു ചെറിയൊരു ഇഫ്താർ വ്ളോഗാണ്. ഇപ്രാവശ്യം അത്ര ഗ്രാൻഡായിട്ടുള്ള ഇഫ്താർ ഒന്നല്ലായിരുന്നു, അപ്പോൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. ആദ്യം തന്നെ പൊരിച്ച കടികളാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ സമൂസ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് വെജിറ്റബിൾ സമൂസയാണ്. അപ്പോൾ സമൂസ ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. സമൂസ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് ഉണ്ടാക്കുന്നത് മുത്തബക്കാണ്. അപ്പോൾ മുത്തബക്കിലേക്കുള്ള മസാല തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഇതുപോലെ ഷീറ്റിലേക്ക് ഫില്ല് ചെയ്യുന്നുണ്ട്. ഫില്ല് ചെയ്തതിന് ശേഷം അത് ഫോൾഡ് ചെയ്തെടുക്കും. മൈദ ഷീറ്റ് റെഡിയാക്കിയിട്ട് അതിനകത്ത് ഇതുപോലെ ഫില്ലിങ് നിറച്ചിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതും ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിരുന്നു, അതിൻ്റെ ലിങ്കും താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു അറബിക് സ്നാക്കാണ്. അപ്പോൾ ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഫ്രൈ ചെയ്തതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്, ഓഫാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുത്തബക്കും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി സ്നാക്ക് ഐറ്റംസ് റെഡിയാക്കിയിട്ട് ഇനി പത്തിരിയാണ് ചുട്ടെടുക്കാൻ പോകുന്നത്. അപ്പോൾ പത്തിരി നേരത്തെ തന്നെ ഉമ്മ പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇനി പത്തിരിക്കല്ലിൽ ചുട്ടെടുക്കുകയാണ്. ഇതുപോലെ അടുപ്പത്ത് പത്തിരിക്കല്ല് ചൂടാക്കിയിട്ട് ചുട്ടെടുക്കുന്ന പത്തിരിക്ക് വേറൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഇനി തയ്യാറാക്കുന്നത് തരിക്കഞ്ഞിയാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ നോമ്പിന് മാത്രം തയ്യാറാക്കുന്ന ഒരു ഐറ്റമാണിത്. ഇപ്പോൾ സേമിയം വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇനി റവ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. റവ ആഡ് ചെയ്യുമ്പോൾ ഇതുപോലെ അടി പിടിക്കാതിരിക്കാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി അതൊന്ന് തിളച്ച് വന്നതിന് ശേഷം പാലൊഴിക്കണം. അപ്പോൾ ഇത് നോമ്പ് സമയത്ത് മാത്രം ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് ഈ തരിക്കഞ്ഞി എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അതൊന്ന് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഇതുപോലെ നെയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്തെടുത്തിട്ടുണ്ട്, അതുകൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഫലാഫൽ കൂടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നോമ്പ് തുറക്കാൻ സമയമായിട്ടുണ്ട്. ടേബിളിലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മാംഗോ ജ്യൂസ് ഉണ്ടായിരുന്നു, അതുപോലെ നാരങ്ങ വെള്ളം എല്ലാ ദിവസവും നിർബന്ധമാണ്, അതുപോലെ ഫ്രൂട്ട്സ് ഉണ്ട്. ഇപ്പോൾ ബാങ്ക് കൊടുക്കുമ്പോൾ ഈത്തപ്പഴം അല്ലെങ്കിൽ കാരക്ക വെച്ചിട്ടാണ് നോമ്പ് തുറക്കുന്നത്. അതിന് ശേഷമാണ് ഇതൊക്കെ കഴിക്കുക. അപ്പോൾ ഇനി നോമ്പ് തുറന്നിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് ബാക്കി കഴിക്കുക. അപ്പോൾ ഇന്ന് പത്തിരി ഉണ്ട്, പൊറോട്ട ഉണ്ട്, അതുപോലെ ബീഫ് കറിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇപ്പോൾ വറുത്തരച്ചിട്ടുള്ള ബീഫ് കറിയാണിത്. പൊറോട്ടയൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. പത്തിരി, പൊറോട്ട, ബീഫ് കറിയൊക്കെ ഉമ്മാൻ്റെ സ്പെഷ്യലാണ്. അപ്പോൾ ഇത്രയാണ് ഞങ്ങളുടെ ഒരു ചെറിയൊരു നോമ്പുതുറ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.